വാക്കുകൊണ്ട്, 2 മനസ്സുകൊണ്ട്, 3 ആത്മാവ് കൊണ്ട്. 3 വ്യക്തി പ്രാർത്ഥിക്കാം. 1 വാക്കുകൊണ്ട്, 2 ചിന്ത മനസ്സുകൊണ്ട്, 3 ആത്മാവ് കൊണ്ട്. ചോദിക്കുവിൻ ലഭിക്കും. ഇത് വാക്കുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. ധ്യാനപ്പെടാൻ വരുന്നത് ആവശ്യങ്ങൾ ചോദിക്കാൻ, നൊവേനയ്ക്ക് വരുന്നത് ആവശ്യങ്ങൾ ചോദിക്കാൻ, കുർബാനയ്ക്ക് വരുന്നത് ആവശ്യങ്ങൾ ചോദിക്കാൻ, കൺവെൻഷന് വരുന്നത് ആവശ്യങ്ങൾ ചോദിക്കാൻ. ആവശ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ പ്രാർത്ഥന ബോധായി. പിന്നെ പള്ളിയിൽ കറങ്ങുന്ന ഭാന്, കൊലിക്കുന്ന ഭക്തി, കരയുന്ന കുട്ടി, നിരങ്ങുന്ന കസേര നോക്കിക്കൊണ്ടിരിക്കുന്നു. കാര്യം പറഞ്ഞു തീർന്നു, ഇനി ഒന്നുമില്ല. ഇവിടുത്തെ പ്രശ്നം എന്താ? ഞാൻ പറയുന്നു, ദൈവം കേൾക്കുന്നു. രാത്രിയിലെ 1-ാമത്തെ സ്റ്റേജില്ല. ഞാൻ പറയുന്നു, ദൈവം കേൾക്കും. ദൈവമേ, കൊച്ചു 10ല ഓർത്തോണം കേട്ടു, +2 ഉണ്ട് മറക്കില്ല കേട്ടോ, പെരവണിയുണ്ട് ഉപേക്ഷിക്കില്ല കേട്ടോ, വൈകിട്ട് മൂളലുണ്ട് കുഴപ്പം വരുത്തില്ല കേട്ടോ. അറിയിപ്പ് കൊടുത്തു, അറിയിപ്പ് കഴിയുമ്പം പ്രാർത്ഥന തീർന്നു. ഏറ്റവും താമ ഒരു പ്രാർത്ഥനയാണ്. എങ്കിലും ഈ പ്രാർത്ഥനയും കർത്താവ് കേൾക്കും. കോട്ടയത്ത് ഒരു ചെറുപ്പക്കാരൻ 18-ാം വയസ്സിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, 21 വയസ്സാകുന്ന നീ എനിക്ക് 3 സമ്മാനങ്ങൾ ഒരുമിച്ച് തരണം. ദൈവത്തിൽ ചെന്നല്ല, അവൻ പറഞ്ഞു, മുഴുത്ത ഒരു വണ്ടി വേണം, 2 കൈ നില പിടിക്കാൻ കാശ് വേണം, 3 ബോധമുള്ളപ്പോഴൊക്കെ മുട്ടിനിക്കാൻ കുറെ പെണ്ണുങ്ങൾ വേണം, 3 ആഗ്രഹങ്ങൾ. മുഴുത്ത വണ്ടി, മുട്ടിനിക്കാൻ പെണ്ണുങ്ങൾ, കൈ നില കാശ്. ദൈവം ഓർത്തു മുറ്റു പ്രാർത്ഥന. എങ്കിലും ദൈവം പ്രാർത്ഥന കേട്ടു. അവൻ 21 വയസ്സായിരുന്നു. ദൈവം അവനെ കോട്ടയം നാഗമ്പടം സ്റ്റാൻഡിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കണ്ടക്ടറാക്കി മാറ്റി. മുഴുത്ത വണ്ടി, കൈ നിറയെ കാശ്, മുട്ടിനിക്കാൻ പെണ്ണുങ്ങൾ, ഒരു കുഴപ്പമില്ല. ചോദിക്കും, ലഭിക്കും. എത്ര നാളാണ് ദൈവം അത് ഉത്തരം തരും. 2 അന്വേഷിക്കുവിൻ കണ്ടെത്തും. അത് അല്പം കൂടെ വളർച്ചയാണ്. ഞാൻ ദൈവത്തോടും പറയും, ദൈവം എന്നോടും പറയും. ഞാൻ ദൈവത്തോട് പറയും, ദൈവം എന്നെ കേൾക്കും. ദൈവം എന്നോട് പറയും, ഞാൻ ദൈവത്തെ കേൾക്കും. കുർബാനയ്ക്ക് 5 മിനിറ്റ് പള്ളിയിൽ വന്ന് മധുബകയും സക്രാരിയിലേക്കും കുരിശിലേക്കും നോക്കിയിരിക്കുന്നു. ക്രൂശിതൻ കുർബാനയിലെ കർത്താവ് പറയുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കും. എനിക്ക് പറയാനുള്ളത് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് വളർച്ച. അന്വേഷിക്കുന്നത് കണ്ടെത്തും. 3 ആത്മാവിന്റെ പ്രാർത്ഥന. മുട്ടുവിൻ തുറക്കപ്പെടും. എനിക്ക് ചോദിക്കാനൊന്നുമില്ല. ഞാൻ പോയി ഈശോയെ നോക്കിക്കൊണ്ടിരിക്കും, ഈശോ എന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ അവനെ നോക്കും, അവരെന്നെ നോക്കും. വൈദിക മധ്യസ്ഥനായ മിസ്റ്റർ ജോൺ മേരി വിയാനി പറയുമായിരുന്നു, ആ അച്ഛൻ്റെ ഇടവകയിൽ ഒരു പ്രായമുള്ള മനുഷ്യൻ മനസ്സിന് ഭാരം വരുമ്പോൾ പള്ളിയിൽ വന്ന് സക്കാരിയെ നോക്കിയിരിക്കും. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ കർത്താവിനെ നോക്കും, കർത്താവ് എന്നെ നോക്കും. ആ നോട്ടത്തിൽ സൂര്യപ്രകാശത്തിൽ മഞ്ഞിട്ട പോലെ മനസ്സിൻ്റെ ഭാരങ്ങൾ ഉരുകിപ്പോവും. എനിക്കൊന്നും പറയാനില്ല, ചുമ്മാ എൻ്റെ കർത്താവിനെ നോക്കിക്കൊണ്ടിരിക്കും. ഇതാണ് വളർച്ച, ഇതാണ് ആത്മാവിൻ്റെ പ്രാർത്ഥന. ലൂക്ക 11:9 മുതൽ 11 വരെ. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, കണ്ടെത്തും. മുട്ടുവിൻ, തുറക്കപ്പെടും. എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു വയ്ക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന് 5 പേരുകളുണ്ട്. ലൂക്കാ സുവിശേഷം 5 പേരുകൾ അറിയപ്പെടുന്നു. 1, ഈ സുവിശേഷം വിളിക്കുന്ന 1-ാമത്തെ പേര് യാത്രയുടെ സുവിശേഷം. ഒരുപാട് യാത്രകൾ വിശദീകരിക്കുന്ന ബൈബിളാണ് ലൂക്കായുടെ സുവിശേഷം. യാത്രയുടെ സുവിശേഷം. ഗലീലയിൽ നിന്നും 117 കിലോമീറ്റർ ദൂരെ യൂദയായിലേക്ക് കയറി പോകുമ്പോൾ യേശു പഠിപ്പിച്ച വചനമാണിത്. അതാണ് യാത്രയുടെ സുവിശേഷം. തന്നെയുമല്ല, ഒരുപാട് യാത്രകൾ ലൂക്കായിൽ കാണാം. സക്കറിയായുടെ വീട്ടിലേക്കുള്ള മറിയത്തിന്റെ യാത്ര, ബേത്ലഹേം യാത്ര, ഈജിപ്ത് യാത്ര, തിരിച്ചുള്ള നസറത്ത് യാത്ര, കാൽവരി യാത്ര, കാന യാത്ര, നല്ല സമരിയാക്കാരുടെ യാത്ര, എമ്മാവ് ശിഷ്യന്മാരുടെ യാത്ര,
ലൂക്കാസ് സുവിശേഷം മുഴുവൻ യാത്രയാണ്. അതുകൊണ്ട് ഈ പുസ്തകത്തെ വിളിക്കും യാത്രയുടെ സുവിശേഷം. രണ്ട്, ഈ സുവിശേഷം അറിയപ്പെടുന്ന രണ്ടാമത്തെ പേര് പാപികളുടെ സുവിശേഷം. ഒരുപാട് പാപികളെ കുറിച്ചും മാനസാന്തരത്തെ കുറിച്ചും. പാപിനിയായ സ്ത്രീ, സക്കേവൂസ്, മൂത്തപുത്രൻ, ധൂർത്തപുത്രൻ, ഇടതുവശത്തെ കാലൻ, പാപികളുടെ സുവിശേഷം. ഒന്ന് യാത്രയുടെ, രണ്ട് പാപികളുടെ, മൂന്ന് ജോലികളുടെ സുവിശേഷം. ജോലികൾ, ഒരു ജോലി ആൾക്കാരെ കാണിച്ചിട്ട് നന്മയും തിന്മയും പഠിപ്പിക്കും ലൂക്കാസ് സുവിശേഷത്തിൽ മാത്രം. മത്ത, മറിയം, ധൂർത്തപുത്രൻ, മൂത്തപുത്രൻ, വലതുവശത്തെ കള്ളൻ, ഇടതുവശത്തെ കള്ളൻ, പരിസയൻ, ചുങ്കക്കാരൻ, ധനവാൻ, ലാസർ. ജോലികളുടെ സുവിശേഷം. നാല്, ഇന്നിന്റെ സുവിശേഷം. നാളെയെ കുറിച്ച് ആകുലപ്പെടരുത്, ഇന്നലെ കുറിച്ച് ദുഃഖിക്കരുത്. ഇപ്പോൾ ഉള്ള സമയത്ത് ജീവിച്ചോണം. ഇന്നലെ ക്ലോസ് ചെക്ക്, നാളെ പ്രോമിസറി നോ, ഇന്ന് ലിക്വിഡ് ക്യാഷ്. ഇന്ന് അങ്ങ് ജീവിച്ചോണം, അമിതമായ ചിന്തയരുത്. അതുകൊണ്ടാണ് ലൂക്കാസ് സുവിശേഷം 12 യേശു പറഞ്ഞു, ആകുലപ്പെടുന്നത് കൊണ്ട് ആയുസ്സിന് ദൈർഘ്യം വിടുകൊണ്ടിരിക്കുവാൻ ആർക്കും നാളെക്കുറിച്ച് ആകുലപ്പെടരുത്. ലൂക്കാസ് സുവിശേഷത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള വാക്കാണ് ഇന്ന്. ലൂക്ക 2:11 മാലാഖമാർ പറഞ്ഞു, ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ഇന്ന് ജനിച്ചിരിക്കുന്നു. ലൂക്ക 4:21 നിങ്ങൾ കേൾപ്പിക്കുക തന്നെ തിരുവെഴുത്തുകൾ ഇന്ന് നിറവേറിയിരിക്കുന്നു. ലൂക്ക 19:5 സക്കേവൂസ് ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ താമസിക്കും. ലൂക്ക 19:9 സക്കേവൂസ് ഇന്ന് നിന്റെ കുടുംബം രക്ഷപ്പെട്ടു. ലൂക്ക 23:43 വലതുവശത്തെ കള്ളനോട് ഇന്ന് രാത്രി നിന്നോട് കൂടി പർദീസയിലായിരിക്കും. ഇന്നലെ കുറിച്ച് നീറരുത്, നാളെയെ കുറിച്ച് ആകുലപ്പെടരുത്. കയ്യിലുള്ള ഇന്ന് ഈ സെക്കൻഡ് ജീവിക്കുക. ഇന്നത്തെ സുവിശേഷം. 5, പ്രാർത്ഥനയുടെ സുവിശേഷം. ലൂക്കാസ് സുവിശേഷം മുഴുവൻ പ്രാർത്ഥനയാണ്. 1-ാം അധ്യായം തുറക്കുന്നത് സക്കറിയായുടെ ദേവാലയ പ്രാർത്ഥന. 24-ാം അധ്യായം അടിക്കുന്നത് എമ്മാവൂസ് ശിഷ്യന്മാരുടെ പ്രാർത്ഥന. യേശുവിന്റെ മാമോദീസ എരുമയും പോത്തിനെയും കുളിപ്പിച്ച കോളത്തിലല്ല, പ്രാർത്ഥനയിൽ മുങ്ങിയപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. കുരിശ് കണ്ടപ്പോഴും അവൻ പ്രാർത്ഥിച്ചു. അവന്റെ പ്രലോഭനം പ്രാർത്ഥനാലയമായ ദേവാലയ ഉപരത്തിൽ മുഴുവൻ പ്രാർത്ഥനയുടെ സുവിശേഷമാണ്. പ്രാർത്ഥനയുടെ സുവിശേഷം 3 വിധം പ്രാർത്ഥനയാണ് ഈശോ ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുക. വായിച്ചുള്ള സുവിശേഷം 11-ാം അധ്യായം 9 മുതൽ ആവശ്യങ്ങൾ ചോദിക്കാൻ ധ്യാനത്തിന് പോകും. 3-ാമത്തെ ശരിയിൽ ധ്യാനത്തിന് പോകുന്നത്, കുർബാനയ്ക്ക് പോകുന്നത് എൻ്റെ ആവശ്യമായിട്ട് മാറും. ഇതാണ് വളർച്ച എന്ന് പറയുക. നമുക്ക് 2 കാലമുണ്ട്. തിരുനാൾ ദിവസങ്ങളാണ്. തിരുനാൾ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾ അമ്മയുടെയും അപ്പൻ്റെയും കൈ പിടിച്ച് പള്ളിയിൽ വരും. എന്നിട്ട് അമ്മ ഉരുനാട് മേടിച്ചതാ, പൂത്തപ്പം മേടിച്ചതാ, ബലൂൺ മേടിച്ചതാ, വിസിരി മേടിച്ചതാ, ഓറഞ്ച് മേടിച്ചതാ, ആപ്പിൾ മേടിച്ചതാ, മുന്തിരിങ്ങ മേടിച്ചതാ. അമ്മ അപ്പൻ കുട്ടിക്ക് ഇത് മേടിച്ചു കൊടുക്കും. ആ കുട്ടി പഠിച്ചു, വളർന്നു, വലുതായി, ഒരു നല്ല ജോലി കിട്ടി. ആദ്യ ശമ്പളം കിട്ടുമ്പോൾ കുട്ടി അമ്മയോടും അപ്പനോടും ചോദിക്കും, നിങ്ങൾക്ക് ഞാൻ എന്നാ മേടിച്ച് തരണം? അത് കേൾക്കുമ്പോൾ അപ്പൻ്റെ കണ്ണ് നിറയും, അമ്മയുടെ കണ്ണ് നിറയും. പ്രാർത്ഥനാ ജീവിതത്തിൽ ആദ്യകാലത്ത് നമ്മൾ പ്രാർത്ഥിക്കും, വീടുതാ, ഭാര്യതാ, ഭർത്താവിനെതാ, മക്കളെതാ, വണ്ടിതാ, ശമ്പളം താ, ഉരുനാട് താ, പൂത്തപ്പം താ, ബലൂൺ താ, മുന്തിരിങ്ങാതാ. പക്ഷെ പ്രാർത്ഥന വളരുമ്പോൾ ദൈവമേ നിന്റെ ഇഷ്ടം നിറവേറ്റാൻ ഞാൻ എന്നാ ചെയ്യണം? അമ്മയ്ക്ക് ഞാൻ എന്നാ മേടിച്ച് തരണം? ഇതാണ് പ്രാർത്ഥനയുടെ വളർച്ച. ഞാൻ പലപ്പോഴും നമ്മുടെ കർത്താവിനെ കുറിച്ച് ഓർക്കും. ആരെല്ലാം പ്രാർത്ഥന കേട്ടാൽ, കാരണം ഈ ലോകത്ത് 8 രാജ്യങ്ങളിൽ ഹിന്ദു മതം, 90 രാജ്യങ്ങളിൽ മുസ്ലിം മതം, ഇസ്ലാം മതം. പക്ഷേ അറിയപ്പെടുന്ന ലോക രാജ്യങ്ങൾ 224, അതിൽ 219 ക്രിസ്ത്യാനിറ്റി. 219 രാജ്യങ്ങളിൽ ക്രിസ്തുമതം സുവിശേഷം. കർത്താവിന് ഒരിക്കലും ഉറങ്ങാൻ പറ്റിയത്. ഇന്ന് രാത്രി 10 നമ്മൾ കിടക്കുമ്പോൾ
ജർമ്മനിയിൽ വൈകിട്ട് 6 മണിക്ക് കുർബാന ആരംഭിക്കും. നമ്മൾ ശരിക്കും ഉറങ്ങുമ്പം അമേരിക്കയിൽ അന്നാപ്രസാദ ആരംഭിക്കും. അമേരിക്ക അന്നാപ്രസാദ പറയുമ്പോൾ ഓസ്ട്രേലിയ അടുത്ത ദിവസത്തെ പ്രഭാത കുർബാനയാവും. ലോകത്ത് 24 മണിക്കൂർ കുർബാനയും കൊന്തയുണ്ട്. കർത്താവിന് ഉറങ്ങാൻ പറ്റുന്നില്ല. അവൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി പോലെയാണ്, എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. എൻ്റെ വീട് ഇടുക്കി ജില്ലയിലെ കട്ടപ്പന വലിയ പോവാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കും, ദൈവമായ കർത്താവേ മഴ തരണേ, മഴ തരണേ, ഇടുക്കി ഡാമിൽ വെള്ളം തരണേ. ആ സമയത്ത് ആലപ്പുഴക്കാർ മഴയരുതേ, മഴയരുതേ, വീട് വെള്ളത്തിൽ മുക്കരുതേ, കപ്പ ഇടുന്നവൻ മഴ തരണേ, കപ്പ വാട്ടുന്നവൻ മഴയരുതേ. എല്ലാവരെയും കർത്താവ് കേട്ടതേ പറ്റുള്ളൂ. ഒരു ചെറുപ്പക്കാരൻ്റെ കോടതി അൾസർ, അപ്പനെ കൂടി ഡോക്ടറെ കാണാൻ ചെന്നു. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഗൗരവമാണ്, അടിയന്തര ഓപ്പറേഷൻ 3 മണിക്കൂറുള്ളൂ. അവൻ പറഞ്ഞു, അപ്പാ ഓപ്പറേഷൻ നടക്കുമ്പോൾ എനിക്ക് അപകടം വരാതിരിക്കാൻ, ബോധം തെളിയുമ്പോൾ ധൈര്യം കിട്ടാൻ അപ്പൻ തിയേറ്ററിന് പുറത്തിന് എനിക്ക് വേണ്ടി കരപ്പതി ഇരിക്കണം 3 മണിക്കൂർ. അവൻ ഓപ്പറേഷൻ വിധേയനായി. അപ്പൻ പുറത്ത് കൊന്ത ചെയ്ത് ഈ അപ്പൻ നോക്കുമ്പോൾ ഇയാളേക്കാൾ പ്രായമുള്ള വേറൊരാളും കുറച്ച് അപ്പുറത്തിരുന്ന് കരപ്പത ചെയ്തു. അയാൾ ഇയാളോട് ചോദിച്ചു, എന്തിനാ ഈ കരപ്പത ചെയ്തത്? ഈ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ മകൻ്റെ ഓപ്പറേഷനാണ്, അപകടം ഉണ്ടായിരിക്കാൻ അവൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അതിനാണ് കൊന്ത ചെയ്തത്. ഇയാൾ പറഞ്ഞു, എൻ്റെ മോൻ്റെ ഓപ്പറേഷൻ താനെന്തിനാ കൊന്ത ചെയ്തത്? അയാൾ പറഞ്ഞു, എൻ്റെ മോനാ ഡോക്ടർ, അവൻ്റെ ആദ്യത്തെ ഓപ്പറേഷനാണ്, കൈ വരയ്ക്കാതിരിക്കാൻ അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കേൾക്കണം, ഡോക്ടറെയും കേൾക്കണം, രോഗിയും കേൾക്കണം. എന്നെ ആൾക്കാർ 4 കൂട്ടം കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വിളിച്ചുള്ളൂ. ഒഴിവൂരിൽ വന്ന് ഞങ്ങളോടൊപ്പം 1 പെരയ്ക്ക് കല്ലിടാൻ. ഞാൻ കല്ലിട്ടാൽ 6 മാസത്തിനുള്ളിൽ പെരവഴി പൂർത്തിയാകുമെന്ന് ഏതോ ഒരു ചേട്ടൻ ആരോടോ പറഞ്ഞു. യുവതയാ സമിതിയ മൊത്തം പറഞ്ഞു. നിർബന്ധം കൊണ്ട് ഒരു ദിവസം 7 പെരയ്ക്ക് വരെ ഞാൻ കല്ലിട്ടിട്ടുണ്ട്. പോകാൻ പറ്റിയല്ല, അങ്ങനെ കാലങ്ങളിൽ കൊണ്ടുവരും, ഞാൻ പാർട്ടിച്ച് വിട്ടു. 2 വിൽക്കാതെ വരുന്ന സ്ഥലം, വെള്ളം, ഉപ്പ്, എണ്ണ, മണ്ണ് അത് വെച്ചിച്ച് കൊടുക്കുമ്പോൾ അത് തൂളുന്ന സ്ഥലങ്ങൾ വിൽക്കപ്പെടുന്നു, ആൾക്കാർ സാക്ഷ്യപ്പെടുന്നു. 3 വിവാഹം കഴിഞ്ഞ് നാളുകളായി മക്കളില്ലാത്ത ദമ്പതിമാർ കുർബാനയും ആരാധനയും കഴിഞ്ഞ് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കുഞ്ഞുങ്ങളെ കൊടുക്കുന്നു. ഞാൻ ആ പ്രാർത്ഥന മറന്നുപോയിട്ടുണ്ട്. പക്ഷെ ആൾക്കാർ പറയച്ചു, ധ്യാനത്തിൽ കിട്ടിയതാണ്, തമ്പുരാൻ നന്നതാണ്. അച്ഛനെ ധ്യാനത്തിൽ ദൈവം തന്ന കൊച്ച, അച്ഛൻ്റെ കൊച്ച പ്രാർത്ഥിച്ചേക്കണം ആട്ടത് പറയാറുണ്ട്. അങ്ങനെ 18 കുഞ്ഞുങ്ങളെ ഞാൻ മാമൂസ മുട്ടിയിട്ടുണ്ട്. 4ാമതൊരു പ്രാർത്ഥന, ഇടയ്ക്ക് പേടിച്ചിട്ട് ഞാൻ ആ പ്രാർത്ഥന നിർത്തും, എന്നാൽ ഇപ്പോഴും അതോടെ നിന്നു. പ്രായമായ കാരണവന്മാർ, അപ്പനമ്മമാർ മരിക്കാൻ വരുന്നു, പോയേക്കാവുന്ന അവർക്കും പൊക്കോട്ടെന്ന് വീട്ടുകാർക്കുണ്ടെങ്കിൽ എന്നെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചാൽ മതി. 2 ഉറപ്പ്. ഒന്നേ കുഴി പോകും, അല്ലെ പൊങ്ങിപ്പോയി. പൊങ്ങിപ്പോന്നാൽ പിന്നെ അടുത്ത കാലത്ത് തിരിച്ചു പോവുകയല്ല. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. 20ഓളം കാരണവന്മാർ മരിച്ചു പോയിട്ടുണ്ട്. 20ഓളം. അപ്പോൾ ഒറ്റയ്ക്ക് ഈ വലിയ ടെൻഷൻ. ഞാനങ്ങനെ മരിച്ചു കഴിയുമ്പോൾ ഇവരെ എൻ്റെ കയ്യിലോ കാലിലോ പിടിച്ച് വലിച്ചാലോ എനിക്കൊരു പേടി. എൻ്റെ കൂട്ടുകാരൻ്റെ അപ്പൻ പുറത്ത് തൊലി പെട്ടി കിടക്കുക 2 വർഷമായി. അവനും മടുത്തു, അവൻ്റെ ഭാര്യയും മടുത്തു. അപ്പോൾ ആപ്പാടെ മടുത്ത് ഇരിക്കുമ്പോൾ ഭാര്യ പറഞ്ഞു, പുത്തമ്പരേശൻ കൂട്ടുകാരനല്ലേ, വിളിച്ചൊന്ന് പ്രാർത്ഥിപ്പിച്ച് നോക്കിയാലോ. അവൻ മനസ്സം വീട്ടിൽ വന്നു. ഞാൻ ചെന്നു. കൂട്ടി വലിക്കുക, താമസിയാതെ മരിക്കുമെന്ന് കാണുമ്പോൾ അറിയാം. പിന്നെ അമ്മയ്ക്ക് പ്രത്യേക അസുഖമൊന്നുമില്ല, നത്തുപോലെ കുത്തിയിരിക്കും. എനിക്ക് ചൊഞ്ഞ വർത്താനം പറയാൻ വേണ്ടി വാപ്പൊളിക്കും. എൻ്റെ ഭാര്യ അമ്മയെക്കൊണ്ടും മടുത്തിരിക്കുക. ഞങ്ങളുടെ കൂടിയാൽ 2 ആഴ്ച വീട്ടിൽ നിന്ന് പോയേക്കിട്ട് ഇവിടെ തന്നെ വേണം. അത് സമ്മതിച്ചു. ഞാൻ ചായ കുടിച്ചിട്ട് കാറെ കയറി പോരുമ്പോൾ എൻ്റെ ഭാര്യ അടുത്ത് വന്നിട്ട് എൻ്റെ കയറെ പിടിച്ച് ഒറ്റവൻ ജനാലിൽ ചോദിച്ചു, അച്ഛന് പറ്റുമെങ്കിൽ മറ്റേ കൈ അമ്മയുടെ തലയിൽ കൂടെ ഒന്ന് വെച്ചിട്ട് പോകാമോ, കാരണം മടുത്തു. അപ്പം പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, പ്രാർത്ഥന ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ട്. ആ ഉറപ്പ് നമ്മുടെ ജീവിതത്തിലാണ്. പ്രാർത്ഥിച്ചോ, നീ പ്രാർത്ഥിക്കുക, നീ പ്രാപിക്കുക. കർത്താവ് കയറാനുള്ള ചവിട്ടുപടി മാത്രം. പൂർണ്ണത യേശു ക്രിസ്തുവിലാണ്, ഈശോയിലാണ്.
ഇനി ഇവ പറഞ്ഞ കേൾക്കുക എന്ന് പറഞ്ഞാൽ ജെറമിയ 29:11. എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, നിന്നെ നാശത്തിനല്ല നന്മയ്ക്കുള്ള പദ്ധതി, ശുഭമായ ഭാവിയും ഭദ്രമായ പ്രത്യാശയും നൽകുന്ന അതിമനോഹരമായ ഒരു പദ്ധതി. റോമ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവിടെ സമസ്തവും നന്മയ്ക്കായി ഒരുക്കും. ഇതാണ് വ്യക്തത. എനിക്കിത് നല്ല ഉറപ്പ്. എൻ്റെ കുട്ടിക്കാലത്ത് +2 പഠിക്കുന്നവരെ ഞാൻ ചെരുപ്പ് ഇട്ടിട്ടില്ല. കാരണം എൻ്റെ അപ്പനും അമ്മയ്ക്കും ഒന്ന് ചെരുപ്പ് മേടിക്കാൻ കാശില്ല. അവർ ചെരുപ്പിട്ട് കണ്ടിട്ടുമില്ല. കൂട്ടുകാർ ചെരുപ്പിട്ട് വരുമ്പം ഞാൻ ഓർത്തു, ദൈവമേ 2 ഷൂസോ ചെരുപ്പോ കിട്ടിയാൽ കൊള്ളാം. യേശുവിന് ധൈര്യമുള്ള അവൻ പതിവ് പോലെ പ്രാർത്ഥിക്കാൻ പോയി. യേശുവിന് പതിവായിരുന്നു പ്രാർത്ഥന. രാക്കുളി ധനഹായും വെള്ളത്തെ കുറിച്ച് കയറുന്നത് കാരണം പതിവായിരുന്നു. സുറിയാനി പാരമ്പര്യങ്ങളിൽ കൊന്ത നമസ്കാരം പതിവായിരുന്നു. വണക്കമാസം പതിവായിരുന്നു. കുമ്പസാരും കുർബാനയും ഒരു പതിവായിരുന്നു. ആ പതിവുകൾ നമ്മൾ തെറ്റിച്ചപ്പോൾ പതിവായി കാട്ടി ജീവിച്ച കരുവ പതിവ് തെറ്റിച്ച് റോഡിലേക്ക് ഇറങ്ങി. ആന ഇറങ്ങി, പുലി ഇറങ്ങി. മനുഷ്യൻ പതിവ് തെറ്റിച്ചപ്പോൾ കാട്ടിലെ മൃഗങ്ങളും പതിവ് തെറ്റിക്കാൻ തുടങ്ങി. സ്വസ്ഥമായി ജീവിക്കണോ, പഴയ പതിവുകളിലേക്ക് തിരിച്ചു പോകണം. യേശുവിൻ്റെ പതിവ് പോലെ പ്രാർത്ഥിക്കാൻ പോയി. പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയിലും പതിവ് പോലെ സന്ധ്യാപ്രാർത്ഥന വേണം, പതിവ് പോലെ വിശുദ്ധ കുർബാന വേണം, പതിവ് പോലെ ദിവ്യകാര്യ ആരാധന വേണം. പതിവുകൾ നമ്മൾ തുടരണം. നമ്മുടെ കൊളോക്കരി അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ പറ്റാത്ത വിധം അവൻ്റെ വസ്ത്രം വെട്ടിത്തിളങ്ങി. ഏലിയായും മോശയും സംസാരിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരം ഇനി ഇവ പറഞ്ഞു കേൾക്കുക. അവർ ഭയഭീതരായി. യേശു അടുത്തൊരു ധൈര്യമായിരിക്കും. പ്രാർത്ഥനയുടെ ഒന്നാമത്തെ സമ്മാനം മുഖവെട്ടം. പ്രാർത്ഥന ഒന്നാമത്തെ സമ്മാനം മുഖവെട്ടം, മുഖപ്രകാശം. നമ്മൾ കാണുന്നു, സീനായി മല ഇറങ്ങി വന്ന മോശയുടെ മുഖം പ്രകാശിച്ചു. മുഖത്ത് ഒരു പ്രകാശം. ഉള്ള എങ്ങനെയാണ് മുഖം അങ്ങനെയാണ്. മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ്. അകത്ത് അരിശമാണോ മുഖം വീഴ്ത്തിരിക്കും. നിരാശയാണോ വരണ്ടിരിക്കും. പ്രാർത്ഥനയുണ്ടോ ജ്വലിച്ചിരിക്കും. മുഖവെട്ടം. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് മുഖത്ത് ഒരു വെട്ടം എന്നും. കുർബാന കഴിപ്പിക്കുന്ന അച്ഛൻ ഏത് വേഷമാനം തന്നാലും സഭയുടെ മക്കൾ കഴിക്കും, അച്ഛനാലെ മുഖം കാണുമ്പോൾ അറിയാം. ഒരമ്മ അപ്പൻ സ്ഥിരം പള്ളിപ്പുവാണോ ഒരു മുഖവെട്ടം. മാമോദിസ ചെയ്ത കുഞ്ഞിൻ്റെ മുഖത്ത് മുഖപ്രകാശം. ആദിർവാന ചെയ്ത കുഞ്ഞിൻ്റെ മുഖത്ത് മുഖപ്രകാശം. വിവാഹത്തിൻ്റെ അന്ന് നവവരൻ്റെയും നവവധുവിൻ്റെ മുഖത്ത് ഒരു പ്രകാശം. കാരണം ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പം ദൈവത്തിന് സമ്മാനം വെട്ടം. ഗ്രീക്ക് അക്ഷരമാലയിൽ 3 അക്ഷരങ്ങൾ. 1 ആൽഫ, 15 ഒമിക്രോൺ, 30 ഒമേഗ. ദൈവം ആദിയും അന്ത്യവും, ആൽഫയും ഒമേഗയും. ആൽഫ എന്ന് പറഞ്ഞാൽ പ്രകാശ തരംഗമാണ്. ആൽഫാക്ഷരം മുഴുവൻ പ്രകാശത്തെ സൂചിപ്പിക്കുന്നു. ദൈവം പ്രകാശമാണ്. അതുകൊണ്ടാണ് ദൈവവുമായി ബന്ധപ്പെട്ടെല്ലാം പ്രകാശമല്ലേ. ദൈവം അതരം തുറന്ന് ആദ്യം പറഞ്ഞ വാക്ക് ഉൽപ്പത്തി 1:3 പ്രകാശം ഉണ്ടാകട്ടെ. 34-ാം സങ്കീർത്തനം 5-ാം തിരുവചനം. അവരെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമി നടന്നപ്പോൾ രാത്രി ദീപസ്തംഭത്തിന്റെ പ്രകാശമായ ദൈവം കാലുകൂടി വന്നപ്പോൾ ആകാശത്ത് പ്രകാശം തുറന്നു, നക്ഷത്രം ഉദിച്ചു. പ്രകാശമായ ദൈവം കുരിശിൽ മരിച്ചപ്പോൾ ആകാശത്ത് പ്രകാശം മരിച്ചു, സൂര്യൻ ഇരുണ്ടു. യോഹന്നാൻ 8:12. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. മത്തായി 5:13-14 വാക്യങ്ങൾ. നിങ്ങൾ ഭൂമിയിലൊപ്പം ലോകത്തിന്റെ പ്രകാശവുമാണ്. ദൈവത്തോട് ബന്ധപ്പെടുമ്പോൾ ദൈവം തന്നെ ഒരു സമ്മാനമാണ് മുഖപ്രകാശം. ബൈബിൾ വായിക്കുമ്പോൾ, കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ, ധ്യാനം കൂടുമ്പോൾ, കുംസാരിക്കുമ്പോൾ, നമ്മൾ ശരിക്കും ദൈവവചനം വായിച്ച് ഭക്തിഗാനം പാടുമ്പോൾ ദേഹത്ത് വരുന്ന തരംഗം ആത്മാതരംഗം. ആത്മാതരംഗം വരുമ്പോൾ മുഖത്തൊരു വെട്ടം, മുഖത്തൊരു ചൈതന്യം, ജീവിതത്തിൽ ഒരു ഉണർവ്, ഒരു ഉന്മേഷം. അപ്പോഴാണ്
ഒരു വചനം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ദേഹത്തിന് ഉന്മേഷമാണ്. ആരാധന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ദേഹത്തിന് ഉണർവാണ്, മനസ്സിന് ബലമാണ്. ആത്മാതരംഗം 4 കൂട്ടം തരംഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ മാറി മാറി വരും. ദൈവത്തോട് ബന്ധപ്പെടുമ്പോൾ ആത്മാതരംഗം, പണിത് മടങ്ങുമ്പോൾ ബീറ്റാതരംഗം, പണിത് മടുത്ത അപ്പൻ്റെ ദേഹത്ത് ബീറ്റാതരംഗം, അടുക്കളയിൽ പണിത് മടുത്ത അമ്മയുടെ ദേഹത്ത് ബീറ്റാതരംഗം, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന നേഴ്സിന്റെ ദേഹത്ത് ബീറ്റാതരംഗം. ഈ ബീറ്റാതരംഗം വരുമ്പോൾ തലവേദന, മന്ദത, മറവി, ഭാരം ഒരു മൂഡ് ഔട്ട് അവസ്ഥയിലേക്ക് വരും. അത് ബീറ്റാതരംഗം. 3 ഡെൽറ്റ. എന്താ ഡെൽറ്റ? പൊടി മയക്കത്തിൽ ദേഹത്തുള്ള തരംഗമാണ് ഡെൽറ്റ. ഉദാഹരണത്തിന് ഉപ്പുമാവ് കഴിച്ച് ക്ലാസ്സിൽ പോയാൽ, കപ്പ തിരിച്ച് ഓഫീസിൽ പോയാൽ ഒരു മയക്കം, ഡെൽറ്റ തരംഗം. ഷുഗറിന് മരുന്ന് കഴിക്കുന്നവർ ഇടയ്ക്ക് തൂങ്ങും, അത് ഡെൽറ്റ തരംഗം. ഡെൽറ്റ തരംഗം വരുമ്പോൾ ചുറ്റുപാടും എന്തോ നടക്കുന്നു അറിയാം, ചെന്നാണെന്ന് ഒരു ബോധമില്ല, ഒരു പൊടി മയക്കം. ഞാൻ 30 കന്യാസ്ത്രീ അമ്മമാരെ ധ്യാനിപ്പിക്കുക. ഞായറാഴ്ച ധ്യാനം തുടങ്ങി, വെള്ളിയാഴ്ച വഴി രാവിലെ ധ്യാനം ചെയ്യും. ബുധനാഴ്ച മദറിൻ്റെ ഫീസ്റ്റായി എല്ലാവർക്കും മിക്സർ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ നെയ്മയത്തിൽ ഒരു ഡെൽറ്റാ തരംഗത്തിൽ അറിയാതെ ഞാൻ വീണുപോയി. 2 മുതൽ 4 വരെ സിറ്റുവേഷൻ്റെ കുമ്പസാരം. 5-6 കന്യാസ്ത്രീ അമ്മമാർ കുമ്പസാരിച്ചറിയാം. ഒരു സിസ്റ്റർ കുമ്പസാരിക്കുന്ന മുട്ടുകുത്തി പാപം പറഞ്ഞു തുടങ്ങി. ഞാൻ അറിയാതെ ചെറിയ മയക്കത്തിൽ ഡെൽറ്റാ തരംഗത്തിൽ അങ്ങ് മുഴുകിപ്പോയി. കുമ്പസാരം കഴിഞ്ഞത് ഞാൻ അറിഞ്ഞില്ല. സിസ്റ്റർ കമ്പിവനെ മുട്ടിക്കൊണ്ട് പറഞ്ഞു, തീർന്നുവെച്ചാൽ തീർന്നു. എനിക്കൊരു ചമ്മല. കുമ്പസാരം കൂടി അച്ഛൻ ഉറങ്ങുന്നത് നാണങ്ങളുടെ പരിപാടി. ബോധം വീട്ടിയിട്ട് ഞാൻ ഉപദേശത്തോടെ പറഞ്ഞു, വന്നുപോയ പാപങ്ങളെ പശ്ചാത്തലിക്കുക. ഉപദേശം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി 3 പ്രാവശ്യം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന വേണ്ടി കാഴ്ച വെക്കണം പറയാൻ ആഗ്രഹിച്ചു തുടങ്ങിയ പോലെ കൺപോളെ അടഞ്ഞു. വീണ്ടും ഡെൽറ്റാ തരംഗത്തിൽ ഞാൻ എഴുതി വീണു. ഞാൻ പറഞ്ഞു, വന്നുപോയ പാപങ്ങളെ പശ്ചാത്തലിച്ച് 3 പ്രാവശ്യം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം ഭൂതമാകണം, നിന്റെ രാജ്യം വരണം, തിരുവനന്തപുരം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞാൻ നിന്നെ ചൊല്ലിപ്പോയി. സിസ്റ്റർ ചോദിച്ചു, എന്നാച്ചായത്? പിന്നെ വീണിട്ട് ഞാൻ ഉരുടും. ഞാൻ പറഞ്ഞു, ഇതുപോലെ അർത്ഥം മനസ്സിലാക്കി നിർത്തി 3 പ്രാവശ്യത്തിലേക്ക് കാഴ്ച വെക്കണം. നമുക്ക് വരാം. ഒരു മയക്കം. 1 ആൽഫ, 2 ബീറ്റ, 3 ഡെൽറ്റ, 4 തീറ്റ തരംഗം, തീറ്റ തരംഗം. ചുഴലി രോഗമുള്ളവർ ബോധമിട്ട് വീഴുമ്പോൾ ദേഹത്തൊഴിലും തീറ്റ തരംഗം. നിരന്തരമായി ഏതെങ്കിലും രോഗത്തിന് മരുന്ന് കഴിക്കുന്നവർ വെളുപ്പിന് 1 മണിക്കും 4 മണിക്കിടയിൽ കൂർക്കം വലിക്കുമ്പോൾ ഉയരുന്ന തരംഗം തീറ്റ തരംഗം. ഈ തീറ്റ, ബീറ്റ, ഡെൽറ്റ തരംഗം ദേഹത്തിന് പോകുന്നത് ഒരു നല്ല കുമ്പസാരം നടത്തുമ്പോഴാണ്. എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനായി. ശരിക്കും പ്രാർത്ഥിക്കുമ്പോൾ, കുംസാരിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ, ദൈവത്തോടടുത്തിരിക്കുമ്പോൾ തീറ്റ, ബീറ്റ, ഡെൽറ്റ തരംഗം ആത്മാതരംഗമാകും. ക്യാൻസർ പോലും ദേഹത്തോട് വിട പറയും. അതാണ് ജ്ഞാനങ്ങളുടെ അത്ഭുതകരമായ രോഗശാന്തി എന്ന് പറയുക. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന അത്ഭുതകരമായ രോഗശാന്തി. ഇപ്പം പ്രാർത്ഥിക്കുമ്പോൾ മുഖപ്രകാശം ദൈവം തരുന്ന 1-ാം സമ്മാനം. 2 വ്യക്തത, ക്ലാരിറ്റി. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ദൈവം കൊടുക്കുന്ന 2ാമത്തെ സമ്മാനമാണ് വ്യക്തത അല്ലെങ്കിൽ ക്ലാരിറ്റി. എന്താണ്? ഏലിയായും മോശയും അവനോട് സംസാരിക്കുമ്പോൾ പിതാവിൻ്റെ സ്വരം ഇനി ഏലിയായെ കേൾക്കണ്ട, മോശയെ കേൾക്കണ്ട, ഇവനെ കേൾക്കാൻ മതി. ഇനി ഇവൻ പറയുന്നത് കേൾക്കുക. ഞാൻ കരുതുന്നില്ല. 50 രാജ്യങ്ങളിൽ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. ഭക്ഷണ വ്യത്യാസം, സ്ഥല വ്യത്യാസം, പക്ഷെ ഒന്നും എന്നെ ബാധിക്കുകയില്ല. കാരണം കുട്ടിക്കാലത്ത് ചെരുപ്പില്ലാതെ എല്ലും കെട്ടി, തൊലിക്കെട്ടി, മനക്കെട്ടി ഇതെല്ലാം ആ പവറിട്ട് ചെരുപ്പില്ലാതെ നടന്നുകൊണ്ടാണ്. എൻ്റെ കൂടെ പട്ടം കിട്ടിയ പല അച്ഛന്മാർക്കും പട്ടം കിട്ടി 10 വർഷം കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ കയ്യെ പിടിച്ചു ചോദിച്ചു, അച്ഛാ പഞ്ചായത്തുണ്ടോ,
പാമോയിലുണ്ടോ, മണ്ണെണ്ണയുണ്ടോ, വാങ്ങി ബാലൻസുണ്ടോ? രോഗത്തെ കളിയാക്കുകയല്ല, രോഗം വരാത്തത് കാരണം ഈ പ്രതിരോധ ശക്തിയാണ്. എന്നാൽ ചില മനുഷ്യന് ഓർമ്മ പൂർണ്ണമായി പോയത് 2014 ജൂൺ 13 ഇറ്റലിയിലെ പാതുവായി അന്തോസുവിനാണ് കല്ലറയിൽ ഞാൻ ധ്യാനിപ്പിക്കുന്നു. 200 മലയാളികൾ ധ്യാനം കഴിഞ്ഞ് അവരെ കൊണ്ടുപോയി അടുത്തുള്ള സിറ്റി ഷെവീസ. ആ സിറ്റിയുടെ കവാടത്തിൽ ഒരു ചെറുപ്പക്കാരൻ്റെ സ്റ്റാച്യു, ഒരു വലിയ ഒരു പ്രതിമ, പാൻസും ഓടി ധരിച്ച് തോളിൽ കഴുത്തിൽ കൈ കെട്ടി, തോളിൽ ഒരു ഇല്ലിക്കമ്പിൽ 2 ഷൂസ് വള്ളി കെട്ടി തൂക്കിയിട്ടിരിക്കുന്നു. 150 വർഷം മുമ്പ് ഇറ്റലിയിൽ കൊടും തണുപ്പത്ത് ഷൂസ് ഇല്ലാതെ നടക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ മേടിക്കുമ്പോൾ മഞ്ഞുള്ളപ്പോഴും കല്ലും മുള്ളും മണ്ണും പിടിച്ച സ്ഥലം മാത്രം ഇടാം. അല്ലാത്തപ്പോൾ ആ ഷൂസ് കൂടി വള്ളിയെ കെട്ടി കോലെ തൂക്കി തോളെ ചുവന്നുകൊണ്ട് പോകണം. കടുപ്പമുള്ള സ്ഥലത്ത് മാത്രം ഉപയോഗിക്കാം. 3 വർഷം വരെ ഷൂസിന് ഉപയോഗിക്കണം. ആ ചെറുപ്പക്കാരൻ ദരിദ്രൻ അങ്ങനെ ഉപയോഗിച്ചു. നല്ലവനായ മനുഷ്യൻ സെമിനാരി ചേർന്നു അച്ഛനായി. നല്ലവനായ വൈദികൻ പിന്നീട് രൂപതയുടെ ബിഷപ്പായി. നല്ലവനായ ബിഷപ്പ് പിന്നെ കത്തോലിക്ക സഭയിലെ മാർപ്പാപ്പയായി. അങ്ങനെ തോളിൽ ഇല്ലിക്കമ്പിൽ ചെരുപ്പ് ചമന്ന ആ ചെറുപ്പക്കാരൻ പിന്നീട് സഭയിൽ വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പ. നിന്നെ ചില പദ്ധതിയുണ്ട്, നിന്നെ നാശത്തിനില്ല, നന്മയ്ക്കുള്ള പദ്ധതി, ശുഭമായ ഭാവിയും ഭദ്രമായ പ്രത്യാശ നൽകുന്ന അതിമനോഹരമായ പദ്ധതി. ഇതാണ് തിരുവചനം നമ്മൾ ഓർമ്മിപ്പിക്കുക. ഓരോന്നും വരുമ്പോൾ തമ്പുരാന്റെ പദ്ധതി. സാറ്റ് ഗെയിംസ്, ഏഷ്യാഡ്, കോമൺവെൽത്ത് വരുമ്പോൾ ആർക്കാ സ്വർണ്ണ മെഡൽ? എൻ്റെയൊക്കെ മലമൂട്ടിലെ ബീനാമോട്, ബിജുമോഹൻ, മലബാർ മലകളിലെ MD വത്സമ്മ, PT ഉഷ, ഇവർക്കൊക്കെ കിട്ടും. മലമ്പൂരിൽ ഓടിപ്പിടിച്ച് നല്ല എല്ലും കെട്ടി പ്രതിരോധ ശക്തി. മുട്ടിയുടെ ഭാഗത്തൊക്കെ നല്ല മുതലാളി പെണ്ണുങ്ങളുണ്ട്. കണ്ടാലോ കുതിർന്ന മോഡേൺഡ് പോലെ ഇരിക്കുന്നത്. പക്ഷെ കുഴിഞ്ഞിട്ട് സ്വർണ്ണമണ്ണിൽ പോയിട്ട് പെണ്ണിനെ കവളമണ്ണിൽ പോകുമ്പോൾ അണപ്പ വിറപ്പ് ശ്വാസം മുട്ടൽ. കാരണം പ്രതിരോധ ശക്തി ദേഹത്തില്ല. ഈയിടെ 5-6 ചേട്ടന്മാരും ഒരുമിച്ച് കുടിമ ചോദിച്ചു, എന്തുകൊണ്ടാണ് മലയാളി പെണ്ണിന് തന്നെ സ്വർണ്ണമണ്ണ്? ചേട്ടൻ പറഞ്ഞു, മലയാളി പെണ്ണല്ലേ, മരണപ്രാർത്ഥന സ്വർണ്ണമെന്ന് കേട്ടോ, വെപ്രാർത്ഥന ഒറ്റ പൊട്ടും അതുകൂടെ പെരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പാലാഭാഗത്ത് മെഡിക്കൽ പെണ്ണുങ്ങൾ സാമ്പാർ വെച്ചിട്ട് 10 മിനിറ്റ് കൊണ്ട് സ്വർണ്ണമാക്കുക. ഒരു കല സാമ്പാർ 10 മിനിറ്റ് കൊണ്ട് സ്വർണ്ണമാക്കും. എന്താ ചെയ്യുക? മേശപ്പുറത്ത് സാമ്പാർ വെക്കും, കസേരയിരിക്കും, 22 ക്യാരറ്റ് അരിഞ്ഞിടുമ്പോൾ അത് 22 ക്യാരറ്റ് സ്വർണ്ണാമൃതമായിട്ട് സാമ്പാർ മാറുന്നു. ഇന്ന് ഈ നമ്മളെ പ്രതിരോധശക്തി വളരെ കുറവാണ്. കാരണം നമ്മൾ കഷ്ടപ്പെട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. എന്തെല്ലാം ഇന്നലെ സംഭവിച്ചു ഇന്നത്തെ നന്മയ്ക്ക് വേണ്ടി. ഇതാണ് വ്യക്തത. ഇന്നലെ സംഭവിച്ചത് നന്മയ്ക്ക് വേണ്ടി. ഏലിയായെയും മോശയെയും കാണിച്ചിട്ട് ഈശോയെ ചൂണ്ടി ദൈവം പറഞ്ഞു, ഇനിയും പറഞ്ഞു കേൾക്കുക. വ്യക്തത. ഇന്നലകളിൽ സംഭവിച്ചത് നാളത്തെ നന്മയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നു. ആ ഒരു വ്യക്തത. ഞാൻ 8-9-10 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 1975 80 കാലം എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാരിക ആയിരുന്നു മനോരാജ്യവും മനോരമയും. എല്ലാ ആഴ്ചയിലെ ആരംഭത്തിൽ അമ്മ അന്ന് 25 പൈസ എൻ്റെ മോൻ പോയി ഒരു മനോരമ മേടിച്ചുകൊണ്ട് വാ. ഞാൻ പോയി മനോരമ മേടിച്ചുകൊണ്ട് വരും. അമ്മയ്ക്ക് വായന നല്ല പരിചയമല്ല. ഞാൻ മേശപ്പുറത്ത് വാരിയും വെച്ച് കസേരയിലിരിക്കും. അമ്മ ഇങ്ങനെ കരിക്ക് ഒരുക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് മോനെ, വരുന്ന ഒരാഴ്ചക്കാലം കാർത്തിക നക്ഷത്രത്തിൽ പിറന്നവർക്ക് എന്നതാ വരാൻ പോയെന്ന് ഒന്ന് ഉറക്കം വായിക്കാവൂ. അമ്മയുടെ നക്ഷത്രം കാർത്തികയായിരുന്നു. അമ്മ മരിച്ച വർഷം 30 ഇന്നും വാരാന്ത്യങ്ങൾ വരും. പത്രത്തിൽ ആദ്യം നോക്കും, സ്വർഗരാജ്യത്തിൽ കാർത്തികക്കാലം ഈ ആഴ്ച വരാൻ പോകുന്നതാ. അന്ന് വായിച്ചു പഠിച്ച ഒരു പരിചയം, ഒരു ചിന്ത. അപ്പം ഞാൻ എൻ്റെതായിട്ട് പൂരിപ്പിക്കും. ഞാൻ പറയും, കാർത്തിക നക്ഷത്രത്തിൽ പെടുന്ന പെണ്ണുങ്ങൾക്ക് മക്കളുടെയും വരുന്ന ഒരാഴ്ചക്കാലം വിശിഷ്ട വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഞാനായിട്ടൊക്കെ പൂരിപ്പിക്കും. ഞാൻ പോയി പരിചയങ്ങൾ വായിക്കും. എനിക്ക് അന്നൊന്നും ഇഷ്ടമാണ് അത് വായിക്കുന്നതും പറയുന്നത്. അത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമായ കർത്താവേ, ഞാൻ വളർന്ന്
വലുതാവുമ്പോൾ എൻ്റെ പേര് വെച്ച് മനോരമയിൽ ഒരു ഫലബന്ധം എഴുതുവാൻ എനിക്ക് ഭാഗ്യം തരണേ. ഞാൻ ആൾക്കാരിനെ അറിയണേ. സത്യനും ഷീലയും നസീറും ശാരദയും മരച്ചീറ്റി ഓടുമ്പോഴും കുളങ്ങളിലേക്ക് കുളിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവമേ, ഒരു കാലത്ത് ഈ വെള്ളം ഇളക്കാനും മരം കൊടുക്കാനും ഒരു ഭാഗ്യം തരണേ. ഒരു കുട്ടിക്കാലത്തെ പൊട്ട പ്രാർത്ഥന. 5 പതിറ്റാണ്ട് കഴിഞ്ഞു. ഇപ്പോൾ മനോരമ ഇറങ്ങുമ്പം വിളിക്കും, അച്ഛന് പറ്റുമെങ്കിൽ പിന്നെ ഭരണബന്ധവും അച്ഛന് തരാൻ പറ്റുമോ? മനോരമ ഏറ്റവും കൂടുതൽ വിറ്റ പുസ്തകം ഞാൻ എഴുതിയ ഇണയും തുണയും, ലക്ഷത്തിലധികം കോപ്പികൾ. ഞാനൊന്ന് ആഗ്രഹിച്ചു, ദൈവം കൊണ്ടുപോകുന്ന വഴികൾ. സിനിമാ നടന്മാരിരിക്കുന്ന മരത്തിൽ കൊമ്പ് കൊടുക്കാൻ ആഗ്രഹിച്ചു. 6 വർഷം മുമ്പ് ഒരു സിനിമ നിർമ്മാതാവും തിരക്കഥാകൃത്തും സംവിധായകനും എന്നെ കാണാൻ വേണ്ടി വന്നിട്ട് പറഞ്ഞു, അച്ഛൻ്റെ ധ്യാനപ്രസംഗം മീഡിയയിൽ വൈറലായതുകൊണ്ട് അതിൽ ഒരെണ്ണം വെച്ച് ഒരു സിനിമ ഇറക്കാൻ ആഗ്രഹമുണ്ട്, അച്ഛൻ സഹായിക്കാം. 2 മണിക്കൂർ ഇരുന്നു. ഇപ്പം ഞാൻ ധ്യാനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ആണുങ്ങൾ എത്ര നല്ലവരാണേലും കല്യാണം കഴിഞ്ഞ് 7 വർഷം കഴിയുമ്പോൾ വേറെ പെണ്ണുങ്ങൾ പോകും, ചുമ്മാ പുറകിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കും. അതിന് വിളിക്കുന്ന വാക്കാണ് ആണുങ്ങളുടെ 7ാം വർഷത്തിലെ ചൊറിച്ചിലെന്നാണ് ഇതിനെ വിളിക്കുക. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെ നോക്കിയ ഒരുത്തൻ്റെ മോൾ വേറെ മതന്മാരി പ്രേമിച്ചു പോയി. ഇവൻ തിരുത്തി ഭാര്യയിലേക്ക് വരുമ്പോൾ അവരുടെ വിശ്വാസം വീണ്ടെടുക്കാൻ അവൻ എന്തെല്ലാം ചെയ്യാം. ഞാൻ പറഞ്ഞു, ഭാര്യ എന്നാ പറഞ്ഞാലും വഴി വീഴുന്നതുപോലെ മിണ്ടാതെ നിന്ന് കൊടുക്കണം. തുണി അലക്കി കൊടുക്കണം, അലക്കി തുണി വീശി കൊടുക്കണം, കറി ഒലപ്പി കൊടുക്കണം, പാത്രം മെഴുകി കൊടുക്കണം, തറ പൊടിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു 6 മാസം കഴിയുമ്പോൾ അവൾ വീണ്ടും സ്നേഹിച്ചു തന്നു. ഞാൻ ഈ പറഞ്ഞത് സിന്ധുരാജ് എന്ന തിരക്കഥാകൃത്ത് 2.5 മണിക്കൂർ മനോഹരമായ തിരക്കഥ എഴുതി. അത് മോഹൻലാൽ ഭംഗിയായി അഭിനയിച്ച്, കൂടുതൽ മീനായി തകർത്ത് അഭിനയിച്ച് 101 ദിവസം അത് സിനിമ എഴുതിയപ്പോൾ എനിക്കും മോഹൻലാലും മീനയ്ക്കും KCBC അവാർഡും ഫിലിം ക്രിറ്റിക്സ് അവാർഡും കിട്ടി. അങ്ങനെ ഓടിയ പടമായിരുന്നു മുന്തിരി വള്ളികൾ നൽകുമ്പോൾ. ഒരു ധ്യാനപ്രസംഗം സിനിമയായിട്ട് മാറി. പിന്നീട് എൻ്റെ ധ്യാനം കാണിച്ചുകൊണ്ടുള്ള ഒരു സിനിമ ചെമ്പൻ വിനോദ് നായകനായ ബുമറാണ്. 3 മാസം ഞങ്ങൾ തന്നെ പടമിറങ്ങി രാജകന്യക. ഞാൻ പറഞ്ഞത്, നമ്മൾ ഒന്ന് ഓർക്കുന്നു, ദൈവം തന്ന വഴികൾ. ഇതാണ് വ്യക്തത. നീ നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തില്ല നന്ദിക്കുള്ള പദ്ധതി. ഈ വ്യക്തത പ്രാർത്ഥിക്കാൻ ലഭിക്കുന്നു. ഒന്നിനെ കുറിച്ച് നിരാശപ്പെടുന്നു. മക്കളെ കുറിച്ച് ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചു, കിട്ടിയില്ലേ, കിട്ടും എന്ന് ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഭർത്താവിനെ കുറിച്ച് കിട്ടി പ്രതീക്ഷയോടെ ഇരിക്കണം. ഭാര്യയെ കുറിച്ച് ഒത്തിരി പ്രതീക്ഷയോടെ ഇരിക്കണം. അങ്ങനെ കാത്തിരിക്കണം. ഇതാണ് വ്യക്തത. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം തരും. പ്രാർത്ഥന ഫിക്സഡ് ഡിപ്പോസിറ്റ്, അത് പലിശ വർദ്ധിച്ച് പെരുക്കി ഒരു നാളെ ഉത്തരം തരും. ഉടനെ ആയിരിക്കില്ല, കുറെ കഴിഞ്ഞായിരിക്കും. അബ്രഹാം പ്രാർത്ഥിച്ചത് 20-ാം വയസ്സിൽ അപ്പനാക്കാനെന്നാണ്. അപ്പനായപ്പോൾ വയസ്സ് എത്രയായി? 100-ാം വയസ്സ്. 100-ാം വയസ്സിൽ കുഞ്ഞിലല്ലോ നോക്ക് അബ്രഹാം കുത്തിയിരിക്കുമ്പോൾ പിന്നെ പിന്നാമ്പുറത്തും ഒരു ശബ്ദം നോക്കുമ്പോൾ മിസ്സിസ് അബ്രഹാം സാറ കുത്തിയിരുന്നു ഓക്കാനിക്കുന്നു. കിടിച്ചെന്ന മാങ്ങ കടിച്ചു പഠിക്കുന്നു, വാളംപൊടി ചവച്ചു പറയുന്നു. ഓർത്ത ജീവിതമല്ല 100-ാം വയസ്സിൽ. മോശ 30-ാം വയസ്സിൽ നേതാവാൻ ആഗ്രഹിച്ചു. നേതാവാക്കിയപ്പോൾ വയസ്സ് 80. സക്കറിയ 25-ാം വയസ്സിൽ അപ്പനാക്കണമെന്ന് പ്രാർത്ഥിച്ചില്ല. അപ്പനായത് എപ്പോഴാ? സ്നാപകവനാന്റെ ബർത്ത്ഡേയും സക്കറിയായുടെ സക്രിയാഘോഷവും ഒരുമിച്ചായിരുന്നു. പ്രാർത്ഥിച്ചവനായ സക്കറിയ പ്രാർത്ഥനാ വിഷയം മറന്നുപോയി. പക്ഷെ ദൂതം പറഞ്ഞു, സക്കറിയ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, വന്ധ്യ എന്ന് മുദ്രവെക്കപ്പെട്ട നിന്റെ ഭാര്യയെ വീശുക. വാർത്തകളിൽ ഒരു പുസ്തകത്തെ പുസ്തകയും യൂദയാടവന്റെ ഭൂമിയിൽ ക്രിസ്തുവിന്റെ വാർത്ത എടുക്കണം. യോഹന്നാൻ മാങ്കാൻ എന്നറിയപ്പെടുന്നു. സക്കറിയ ചോദിച്ചു, ഇതെങ്ങനെ ഒക്കും? ദൂതം ചോദിച്ചു, പിന്നെ എന്നാ നോക്കണ്ട ചോദിക്കുന്നത് ഒപ്പിച്ചെടുക്കുന്നത് സംശയിക്കാം. ഓർത്ത സമയത്തല്ലല്ലോ, കുറെ കഴിഞ്ഞപ്പെടാം. പ്രാർത്ഥനയും അങ്ങനെയാണ്. കുറെ കഴിയുമ്പം ദൈവനോട് നമ്മൾ ഓർമ്മപ്പെടലല്ല, തമ്പുരാന്റെ സമയത്ത് നിരാശപ്പെടാതെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ജെറമിയ 33:3 നീ എന്നെ വിളിക്കുക, ഞാൻ പ്രാർത്ഥന പുസ്തകം തന്റെ കർത്താവാണ്. ജെറമിയ 33:3 നീ എന്നെ വിളിക്കുക, നിന്റെ പ്രാർത്ഥന പുസ്തകം തരുന്ന
കർത്താവാണ് ഞാൻ. ഇതാണ് ജീവിതത്തിൽ വ്യക്തത എന്ന് പറയുക. ദൈവോത്തരൻ്റെ 1 മുഖപ്രകാശം, 2 വ്യക്തത, 3 ധൈര്യം. പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു വലിയ സമ്മാനമാണ് മനധൈര്യം. മനധൈര്യം. യേശു പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഒറ്റുന്നവൻ അടുത്തെത്തുന്നു, പോകാം, കൈയെത്തിക്കാം. തോമാസ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നമുക്കും അവരോട് പോയി മരിക്കാം. പാപോർമൻ യേശു പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ധൈര്യമായി താനിലേക്ക് പോകാം. പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു നല്ല ധൈര്യമാണ്. സഭയിൽ എന്തു വന്നെന്ന് പറഞ്ഞാലും പ്രാർത്ഥിക്കുന്ന അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും അറിയാം, ചായക്കൊക്കെ കൊടുങ്കാറ്റ നാളെ അത് ഒത്തിരി. വീട്ടിൽ എന്ത് പ്രശ്നം വന്നാലും പ്രാർത്ഥിക്കുന്ന അപ്പനമ്മയ്ക്കും പള്ളിയിൽ പോകുന്ന അപ്പനമ്മയ്ക്കും അറിയാം ഇതൊക്കെ മാറും.